വിക്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വാസവൻ തന്റെ മുറിയിലെ ജനാലക്ക് പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. തന്റെ മകൻ വരുണിന്റെ കൊലപാതകിയെ ഇതുവരെ കണ്ടെത്താനായില്ലല്ലോ എന്ന ചിന്ത ആ അച്ഛന്റെ ഉള്ളിൽ ഒരു കടൽക്ഷോഭം പോലെ ഇരുമ്പുന്നുണ്ടായിരുന്നു. ഓരോ തവണയും അന്വേഷണം വഴിമുട്ടുമ്പോൾ അനുഭവിക്കുന്ന നിസ്സഹായത അയാളെ വല്ലാതെ തളർത്തിയിരുന്നു. ഇല്ല, എന്റെ മോനെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല, വാസവൻ പല്ലിറുമി. ഇതേ സമയം വിക്രം നിരപരാധിയാണെന്ന സത്യം പതിവേ വാസവന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയായിരുന്നു. ചെയ്യാത്ത കുറ്റത്തിനാണ് ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ ജയിലിന്റെ ഇരുട്ടിൽ കിടന്നിങ്ങനെ നരകിക്കുന്നത്. ശ്രീകാന്തിന് തന്റെ മകന്റെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് വാസവന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ തെളിവുകളില്ല. തനിക്ക് ചുറ്റുമുള്ളവരിൽ ആരോ ഒരാൾ തന്നെ ചതിക്കുകയായിരുന്നു എന്ന സത്യം, പ്രത്യേകിച്ച് തന്റെ വിശ്വസ്തനായ ജോണിയാണ് ആ ചതിയനെന്ന് വാസവൻ അപ്പോൾ തന്നെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങ് ദൂരെ ജയിലിറക്കുള്ളിൽ വിക്രം ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. ദിവസങ്ങളായി അവൻ ഉറക്കമില്ല, ഭക്ഷണത്തിനോട് താല്പര്യമില്ല. അവന്റെ ലോകം വേദ എന്ന ഒറ്റ പേരിലങ്ങ് ചുരുങ്ങിയിരിക്കുന്നു. അവൾ എന്നെ കാണാൻ ഒരിക്കൽ പോലും വന്നില്ലല്ലോ, വിക്രം സ്വയം പറഞ്ഞു. ചന്ദ്രശേഖരനെ കൊന്നത് ഞാനാണെന്ന് വേദയും വിശ്വസിച്ചിട്ടുണ്ടാവോ? ആ ചിന്ത അവനെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. താൻ ജീവന് തുല്യ സ്നേഹിക്കുന്ന പെണ്ണ് തന്നെ ഒരു കൊലപാതകിയായി കാണുന്നതിനും വലിയൊരു ശിക്ഷ അവൻ ഇനി കിട്ടാനില്ല. പെട്ടെന്നാണ് സെല്ലിന്റെ ഇരുമ്പഴിക്കു പുറത്ത് ഒരു കാൽപ്പെരുമാറ്റം കേട്ടത്. വിക്രം പതിയെ തല ഉയർത്തി നോക്കി. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാക്കി യൂണിഫോമിൽ നിൽക്കുന്ന അയാളെ കണ്ട് വിക്രം മുമ്പ് എവിടെയും കണ്ടിട്ടില്ല. അയാൾ ഒരു ചെറുപുചിരിയോട് വിക്രമിനെ നോക്കി. ആരാ, എന്തിനാ വന്നത്? വിക്രം ചോദിച്ചു. ഞാനോടോ ഇവിടുത്തെ പുതിയ എസ് ഐ, അയാൾ ശാന്തമായി മറുപടി നൽകി. വിക്രമിന്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. എന്നെ എന്തിനാ കാണാൻ വന്നത്? പോലീസുകാരൻ ചുറ്റുമൊന്ന് നോക്കിയതിനു ശേഷം ശബ്ദം താഴ്ത്തി പറഞ്ഞു. നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാ കാണുന്നത്. പക്ഷേ ഒരാൾ പറഞ്ഞിട്ടാ ഞാൻ നിന്നെ കാണാൻ വന്നത്. അതാരാണെന്ന് തൽക്കാലം നീ അറിയണ്ട. നിന്നെ രക്ഷിക്കാനാ ഞാൻ വന്നത് എന്ന് മാത്രം നീ വിശ്വസിച്ചാൽ മതി. ഇത് കേട്ട വിക്രമിന്റെ ചുണ്ടിൽ ഒരു പരിഹാസം നിറഞ്ഞ പുഞ്ചിരി വിടർന്നു. അവൻ ഇരുമ്പഴിക്കുള്ളിലേക്ക് നടന്നു വന്ന് പറഞ്ഞു. സാറേ, വേദയുടെ അച്ഛൻ വിചാരിച്ചിട്ട് എന്നെ രക്ഷിക്കാനായിട്ടില്ല. അപ്പോഴാണ് സാറ്. അതൊന്നും നടക്കില്ല സാറേ. 5 വർഷത്തെ ശിക്ഷ കിട്ടിയ ഒരു കോയൽപ്പുള്ളിയാ ഞാന്. എന്നെ സാറ് എങ്ങനെ രക്ഷിക്കാനാ? എസ് ഐ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. നീ പുറത്തിറങ്ങിയാലും നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ വിക്രം? ചെയ്യാത്ത കുറ്റത്തിനാ നീ ഇപ്പോൾ ഇവിടെ കിടന്നിങ്ങനെ നിരകിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. യഥാർത്ഥ പ്രതി ആരാണെന്നും അവന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നിനക്ക് ആഗ്രഹമില്ലേ? അതിനു വേണ്ടിയിട്ടേ ഞാൻ വന്നതെന്ന് നീ കരുതിക്കോ. വിക്രം ഒന്നും മിണ്ടിയില്ല. അവന്റെ കണ്ണുകളിൽ ഒരു തരം പകപ്പ് നിഴലിച്ചിരുന്നു. പിന്നെ വേദ എവിടെയാ ഉള്ളതെന്ന് അറിയാൻ നിനക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലേ? എസ് ഐ ചോദിച്ചു. ആ പേര് കേട്ടപ്പോൾ വിക്രമിന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നു. വേദ സുരക്ഷിതമായിട്ടൊരിടത്തുണ്ട്. അവളെ ഓർത്തൊരു നീ വിഷമിക്കൊന്നും വേണ്ട. മറ്റുള്ളവരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ അവൾ ഒളിച്ചു താമസിക്കുന്നത്. എന്തായാലും വരുൺ കൊലക്കേസും പുളിക്കന്റെ മരണവും പിന്നെ ചന്ദ്രശേഖരനെ കൊന്നത് നീ അല്ല എന്നുള്ള സത്യമെല്ലാം തന്നെ ഞാൻ തെളിയിക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. ഇത്രയും പറഞ്ഞ് ആ എസ് ഐ തിരിഞ്ഞു നടന്നു. വിക്രം അപ്പോഴേക്കും ആ ഇരുമ്പൊഴുക്കൽ ഇങ്ങനെ പിടിച്ച് തറഞ്ഞു നിൽക്കുകയായിരുന്നു. ആരാണ് ഇയാളെ തൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? ശ്രീകാന്തിനെ പേടിച്ചിട്ടാണോ വേദ മാറി നിൽക്കുന്നത്? അവന്റെ ഉള്ളിൽ ചോദ്യങ്ങൾ പെരുകുന്നുണ്ടായിരുന്നു. വിക്രം കരുതിയത് ശരിയായിരുന്നു. വേദ വിക്രത്തെയും അവിടെയുള്ളവരെക്കുറിച്ച് കൃത്യമായി തന്നെ അറിയുന്നുണ്ടായിരുന്നു. വിദൂരമായ ഒരു നാട്ടിൽ ആ ഒരു പഴയ വീടിന്റെ ശാന്തതയിൽ ശങ്കരനോടൊപ്പം നിൽക്കുകയായിരുന്നു അവൾ. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ പഴയ ആ ഒരു നിഷ്കളങ്കതയില്ല. പകരം പ്രതികാരത്തിന്റെ കനലുകൾ മാത്രമാണ്. അച്ഛാ, വേദ തിരിഞ്ഞു നോക്കി. വിക്രമിന്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒളിവ് ജീവിതം പോലും തിരഞ്ഞെടുത്തത്. എന്റെ വിക്രം ആരെയും കൊന്നിട്ടില്ല, എനിക്കറിയാമോളെ. ശങ്കരൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. നീ പറഞ്ഞതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിന്റെ കോളേജിൽ കൂടെ പഠിച്ച ആ ഇൻസ്പെക്ടറോടും ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൻ വിക്രമിനെ പോയി കൂട്ടിക്കൊണ്ടുവരും. അവൻ വിക്രത്തെ പോയി കണ്ടിട്ടുണ്ടായിരിക്കും. വേദയുടെ മുഖത്ത് നേരൊരു ആശ്വാസം പടർന്നു. ശങ്കരനാരായണൻ കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷേ മോളെ, കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചതിലും വഷളാണ്. ശ്രീകാന്ത് എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കി. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അവനാ ഇപ്പോൾ നോക്കുന്നത്. എന്റെ പേരിലുണ്ടായിരുന്നതെല്ലാം തന്നെ അവൻ അവന്റെ പേരിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ അതിലൊന്നും യാതൊരുവിധ അവകാശവുമില്ല. വേദയുടെ ചുണ്ടുകൾ വിരച്ചു. അവനെ ഞാൻ വെറുതെ വിടില്ലച്ചാ. അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതെന്റെ വാശിയാണ്. വാസവൻ തന്റെ അന്വേഷണം ശക്തമാക്കിയിരുന്നു. വരുണിന്റെ കൊലപാതകയെ പിടിക്കണമെങ്കിൽ ആദ്യം പുളിക്കനെ കൊന്നത് ആരാണെന്നറിയണം. അതിനായി അയാൾ തമിഴ്നാട്ടിൽ പോയി വന്ന ജോസഫിനെയും രാജേട്ടനെയൊക്കെ വിളിപ്പിച്ചു. അന്ന് അവിടെ ശരിക്കും എന്താ ഉണ്ടായത്? വാസവൻ അവരുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. രാജേട്ടൻ കുറച്ച് ഭയത്തോടെയാണെങ്കിലും പറയാൻ തുടങ്ങി. സാറേ, അന്ന് പുളിക്കനൊപ്പം അനിയൻകുട്ടനും ഉണ്ടായിരുന്നു. പുളിക്കനെ കൊന്നത് ആരാണെന്ന് അനിയൻകുട്ടൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വണ്ടിയിൽ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു സാറേ. വാസവൻ പുരികം ചുളിച്ചു. ജോണി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നോ അന്ന്? ജോസഫ് അപ്പോൾ ഓർത്തെടുത്തു. ഇപ്പോഴാ സാറേ ഞാനും അത് ഓർത്തത്. സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അന്ന് രാത്രി ജോണി ഒരു ഓട്ടോയിൽ കയറി പോയിരുന്നു. ഒത്തിരി വൈകിയാണ് അവൻ തിരിച്ചു വന്നത്. അപ്പോൾ ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു.
വാസവന്റെ തലച്ചോറിൽ ഒരു കുള്ളിയാൻ മിന്നി. ജോണി മാത്രം എന്തിനാ അവിടെ നിന്ന് പോയത്? രാജേട്ടൻ ഒന്ന് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു. സാറേ, എനിക്കൊരു സംശയമുണ്ട്. ഇടയ്ക്ക് ജോണി മാറി നിന്ന് ഫോണിൽ ആരോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരാണെന്ന് ചോദിച്ചാൽ സാറാണെന്ന അവൻ പറഞ്ഞത്. 5-10 മിനിറ്റ് മാറി നിന്ന് അവൻ സംസാരിക്കുന്നത്. മെസ്സേജ് അയക്കുന്നതും കണ്ടിട്ടുണ്ട്. വാസവൻ ഞെട്ടലോടെ ചോദിച്ചു, നിങ്ങൾക്ക് ജോണി സംശയമുണ്ടോ എന്ന്? പുളിക്കന്റെ മരണത്തിൽ അവന് പങ്കുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട് സർ, രാജേട്ടൻ ഉറപ്പിച്ചു പറഞ്ഞു. നമ്മൾ രണ്ടുപേരും അറിയാതെ പുളിക്കൻ അവിടെയുള്ളത് കൊണ്ട് വേറെ ആർക്കും തന്നെ അറിയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ കൊലയാളിക്ക് പുളിക്കൻ അവിടെയുണ്ടെന്ന് മനസ്സിലായത്? അതാ എനിക്കും പിടിയില്ലാത്തത്. വാസവൻ ഒന്നും മിണ്ടിയില്ല. അയാളുടെ ഉള്ളിൽ അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം വാസവൻ ജോണിയെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചു. ജോണി യാതൊരുവിധ ഭാവവ്യത്യാസവുമില്ലാതെ വന്നു നിൽക്കുകയാണ്. ജോണി, പുളിക്കനെ കൊന്നത് ആരാണെന്ന് ഇതുവരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നിനക്കാരെങ്കിലും സംശയമുണ്ടോ? വാസവൻ ചോദിച്ചു. ജോണി ഒട്ടുമടിയില്ലാതെ പറഞ്ഞു, എനിക്ക് സംശയം ആ വിക്രമിനെ തന്നെയാണ് സാറേ. അവൻ വരുണിനെ കൊന്നിട്ടില്ല എന്ന് സാറിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ പുളിക്കനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചത്. സത്യങ്ങൾ പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് പുളിക്കനെ കൊല്ലാൻ. അല്ലാതെ പുളിക്കനെ വേറെ ആര് കൊല്ലാനാണ് സാറേ? ഞാനും ജോസഫും അനിയൻകുട്ടനും രാജേട്ടനൊക്കെ അവിടെ തന്നെ ഉണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ വിക്രം തന്നെയാണ് സാറേ ഇതിന് പിന്നിൽ. വാസവൻ അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. നീ പറഞ്ഞത് ശരിയാണ് ജോണി. എനിക്കും നിനക്കും വിക്രമിനും കൂട്ടുകാർക്കും മാത്രം അറിയാവുന്ന കാര്യങ്ങൾ ആ കൊലയാളി ആരാണെന്ന് എങ്ങനെ അറിഞ്ഞു? എന്തായാലും വിക്രമോ അവന്റെ കൂട്ടുകാരോ അല്ല പുളിക്കനെ ഒളിപ്പിച്ചതെന്ന് എനിക്കുറപ്പാണ്. പിന്നെ ഞാൻ സംശയിക്കേണ്ടത് നിന്നെയാണ്. നീ ആർക്കെങ്കിലും ഒറ്റിക്കൊടുത്തോ? സത്യം പറയണ നീ. ജോണി പെട്ടെന്നൊന്ന് പരിങ്ങി. അവൻ കള്ളപ്പേടിയോടുകൂടെ പറഞ്ഞു, സാറേ, സാറിന് എന്നെയാണോ സംശയം? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇത്രയും കാലം സാറിന്റെ വലം കയ്യാ നടന്ന എന്നെ സംശയിക്കാൻ സാറിന് എങ്ങനെ തോന്നി? ഞാൻ അത്രയ്ക്ക് നന്ദി കെട്ടവനാണോ സാറേ? വാസവൻ കുറച്ചുനേരം അവനെ തന്നെ നോക്കി നിന്നിട്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, നീ പോയിക്കോ. ജോണി പോകുന്നതിങ്ങനെ സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് വാസവൻ. പുറത്തിറങ്ങിയ ജോണി നേരെ തന്റെ ഫോണെടുത്ത് ശ്രീകാന്തിനെ വിളിച്ചു. സർ, എനിക്കൊന്ന് നേരിട്ട് കണ്ടേ പറ്റൂ. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ജോണിയുടെ ശബ്ദത്തിൽ പരിഭ്രാന്തി ഉണ്ടായിരുന്നു. കാര്യം എന്തായെന്ന് ശ്രീകാന്ത് അലക്ഷ്യമായി ചോദിച്ചു. അതൊക്കെ നേരിട്ട് കണ്ടിട്ട് പറയാൻ സാറേ. രാവിലെ എനിക്ക് നല്ല തിരക്കാ. രാത്രി നീ ക്ലബിലേക്ക് വാ, അവിടെ വെച്ച് കാണാമെന്ന് ശ്രീകാന്ത് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. രാത്രി ഇരുട്ട് നഗരത്തെ പൊതിഞ്ഞപ്പോൾ ജോണി ക്ലബിന്റെ പുറത്ത് ശ്രീകാന്തിനെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഉള്ളിൽ വലിയൊരു ആഘോഷം നടക്കുന്നുണ്ട്. തന്റെ ശത്രുക്കളെല്ലാം ഇല്ലാതാക്കിയതിന്റെയും സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കിയതിന്റെയും അഹങ്കാരത്തിൽ മദ്യപിച്ച് ലെക്കുകെട്ട് ഡാൻസ് ചെയ്യുകയായിരുന്നു ശ്രീകാന്ത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കാല് വെച്ച് ശ്രീകാന്ത് പുറത്തേക്ക് വന്നു. ജോണിയെ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു, എന്താടാ, നീ എന്തിനാടാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ജോണി ചുറ്റും നോക്കിയിട്ട് പതിയെ പറഞ്ഞു, വാസവൻ സർ ഇന്ന് എന്നോടൊരു കാര്യം ചോദിച്ചു. പുളിക്കനെ കൊന്നത് ആരാണെന്ന്. എനിക്കിപ്പോൾ വല്ലാത്ത പേടിയാണ് സാറേ. ഒരു പക്ഷേ എന്നെ സംശയമുണ്ടാവുമോ? ഇതിന്റെ പിന്നിൽ എനിക്കും പങ്കുണ്ടെന്ന് അയാൾ സംശയമുണ്ടാവുമോ എന്നൊന്നും എനിക്കറിയില്ല. ശ്രീകാന്ത് അട്ടഹസിച്ച് ചിരിച്ചു. എടാ പൊട്ട, ആ കേസൊക്കെ എന്നേ പോയി. പുളിക്കന്റെ മരണവും വരുണിന്റെ കൊലപാതകവും ഒക്കെ പ്രതി ആരാണെന്നറിയാതെ തള്ളിപ്പോയിട്ടുണ്ടാവും. യഥാർത്ഥ പ്രതിയെ കണ്ടുപിടിക്കാൻ ഈ വാസവന്റെ കയ്യിലോ പോലീസിന്റെ കയ്യിലോ ഒരു തെളിവുമില്ല. പുളിക്കനെ കൊന്നത് ആരും അറിയാതിരിക്കാനല്ലേ അനിയൻകുട്ടനെയും ഞാൻ അങ്ങ് തീർത്തു കളഞ്ഞത്. ഇനി നീ ആരെയാണ് ഈ പേടിക്കുന്നത്? ആവശ്യമില്ലാത്തതൊന്നും നീ ചിന്തിച്ചു കൂട്ടണ്ട. ഞാനാണത് ചെയ്തത് എന്ന് ഒരാളും അറിയില്ല. നീ ധൈര്യമായിട്ട് പോയിക്കോ. ജോണി ശ്രീകാന്തിന്റെ കയ്യിൽ ഇറുകി പിടിച്ചുകൊണ്ട് പറഞ്ഞു. സാറിന് എനിക്ക് വിശ്വാസമാണ്. പുളിക്കന്റെ കാര്യത്തിൽ സാർ എന്നെ സഹായിച്ചത് ഞാനാണ് സാറെന്ന് ആരോടും പറയരുത്. വാസവൻ സാറിനെങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ അവൻ തല വെട്ടും. ശ്രീകാന്ത് ജോണിയുടെ തോളിൽ തട്ടി ചിരിച്ചു. നീ പേടിക്കാതടാ, ആരും ഇതൊന്നും അറിയത്തില്ല. എന്നാ പിന്നെ പേടിക്കേണ്ടത് ഞാനല്ലേ? നീ ധൈര്യമായിട്ട് പോയിക്കോ. അവർ സംസാരിക്കുന്ന ദൂരെ ഒരു മരത്തിന്റെ മറവിൽ നിന്ന് ഒരാൾ കൂടി വീക്ഷിക്കുന്നുണ്ടായിരുന്നു, ശങ്കരനാരായണൻ. വാസവന്റെ വിശ്വസ്തനായ ജോണി ശ്രീകാന്തുമായി ഇത്ര അടുത്ത് സംസാരിക്കണമെങ്കിൽ അവർ തമ്മിൽ എന്തോ വലിയ ഇടപാടുണ്ട് എന്ന് ശങ്കരനാരായണന് മനസ്സിലായി. പുളിക്കന്റെ മരണത്തിന് പിന്നിലെ രഹസ്യം അവിടെ വെളിപ്പെടുന്നുണ്ടായിരുന്നു. ശങ്കരനാരായണൻ ഉടനെ തന്നെ അവിടെ നിന്നും ഇരുട്ടിലേക്ക് മറിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് മദ്യപിച്ച് ലെക്കുകെട്ട് അവസ്ഥയിൽ കാർ ഡ്രൈവ് ചെയ്യാതെ അങ്ങനെ വീട്ടിലേക്കെത്തി. അവൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് മുകളിൽ നിന്നും തന്നെ ശങ്കരനാരായണൻ കാണുന്നുണ്ടായിരുന്നു. പടവുകൾ കയറി വരുന്നതിൽ ശ്രീകാന്ത് സ്വയം പറയുന്നുണ്ടായിരുന്നു, പുളിക്കനെ കൊന്നത് ആരാണെന്ന് ഒരീച്ച പോലും അറിയില്ല എന്ന്. അവന് വലിയ പേടിയാണ്. ശ്രീകാന്തിന്റെ വാക്കുകൾ ശങ്കരന്റെ കാതുകളിൽ മുഴങ്ങി. പുളിക്കന്റെ മരണത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചതെന്ന് ശങ്കരന് ഉറപ്പായിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ശങ്കരനാരായണൻ ആ രഹസ്യ പോലീസ് ഇൻസ്പെക്ടറെ കണ്ടുകൊണ്ട് വിവരങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊടുത്തു. ശ്രീകാന്തും ജോണിയും തമ്മിൽ എന്തോ വലിയ ഇടപാടുണ്ട് സാറേ. പുളിക്കന്റെ കൊലപാതകത്തിൽ ജോണിക്ക് കൃത്യമായ പങ്കുണ്ട്, ശങ്കരനാരായണൻ ഉറപ്പിച്ചു പറഞ്ഞു. നമുക്ക് ജോണിയെ ആദ്യം ചോദ്യം ചെയ്യാം, പോലീസ് പറഞ്ഞു. വേണ്ട, ശങ്കരനാരായണൻ വിലക്കി. ശ്രീകാന്ത് ഇതൊന്നും അറിയാൻ പാടില്ല. എല്ലാ തെളിവുകളും കിട്ടുന്നതുവരെ ഇത് രഹസ്യമായിരിക്കണം, അല്ലെങ്കിൽ ശ്രീകാന്ത് ജോണിയെയും കൊല്ലും. തെളിവുകളെല്ലാം തന്നെ നശിപ്പിക്കും. ഇൻസ്പെക്ടർ തലയാട്ടി. ആരും കാണാതെ വളരെ രഹസ്യമായി തന്നെ ജോണിയെ പോലീസ് പൊക്കി. ഇരുണ്ട ഒരു ചോദ്യം ചെയ്യൽ മുറിയിൽ ജോണിയെ അവർ കസേരയിലങ്ങ് കെട്ടിയിട്ടു.
സത്യം പറയുന്നതാടാ നിനക്ക് നല്ലത്, ഇൻസ്പെക്ടർ ഗർജിച്ചു. പുളിക്കന്റെ മരണത്തിൽ നിനക്ക് പങ്കുണ്ട്. ശ്രീകാന്തും നീയും തമ്മിൽ എന്താ ബന്ധം? സത്യം പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ മാപ്പുസാക്ഷിയാക്കാം, ഇല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് നീയും അകത്തു കിടക്കും. ജോണി പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ ആകെ ഇങ്ങനെ നിൽക്കുമായിരിക്കും. അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. സാറേ, പുളിക്കനെ കൊല്ലാൻ ശ്രീകാന്തിനെ സഹായിച്ചത് ഞാനാണ്. അതിനെനിക്ക് 2 ലക്ഷം രൂപ അവൻ തന്നു. ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടിയാ സാറേ പുളിക്കനെ കൊന്നത്. അന്ന് അനിയൻകുട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ആ കാര്യം ഞാൻ ശ്രീകാന്തിനോട് പറഞ്ഞിരുന്നില്ല. പറഞ്ഞിരുന്നെങ്കിൽ അപ്പം തന്നെ അവൻ അനിയൻകുട്ടനെയും അങ്ങ് കൊല്ലുമായിരുന്നു. ജോണി കുറ്റസമ്മതം നടത്തിയതോടുകൂടി തന്നെ ശ്രീകാന്തിനെതിരെയുള്ള ഏറ്റവും വലിയ തെളിവ് പോലീസിന് ലഭിച്ചു. ശങ്കരനാരായണൻ ഉടനെ തന്നെ വേദയെ ഫോണിൽ വിളിച്ചു. മോളെ, ജോണി സത്യങ്ങളെല്ലാം സമ്മതിച്ചു. ശ്രീകാന്തിനെതിരെയുള്ള തെളിവ് നമുക്ക് കിട്ടി. വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ ശ്രീകാന്തിനെ വെറുതെ വിടരുത് അച്ഛാ. സത്യങ്ങളെല്ലാം പുറത്തു വന്ന് അവന് ശിക്ഷ കിട്ടുന്നതുവരെ അച്ഛനൊന്ന് സൂക്ഷിക്കണം. നീ ആനന്ദിനെയും ശ്രീകാന്തിനെയും ഓർത്ത് പേടിക്കൊന്നും വേണ്ട മോളെ. നീ ധൈര്യമായിട്ടിരിക്ക്. നമ്മുടെ വിക്രമിനെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണം. കമ്പനി കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ നിങ്ങൾ തന്നെ നോക്കി നടത്തണം. വേദ ഫോണ് പിടിച്ച് നിറ കണ്ണുകളോടെ നിന്നുപോയി. അവളുടെ ചിന്തകളിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിക്രമിന്റെ മോചനം. ജോണിയെ കാണാതായതോടുകൂടെ വാസവനാകെ അങ്കലാപ്പിലായി. ജോണിയെ പോലീസ് പിടിയിലാണെന്ന സത്യം വാസവൻ അറിഞ്ഞപ്പോഴേക്കും പോലീസ് ജീപ്പ് ശ്രീകാന്തിന്റെ വീട്ടുപടിക്കലെത്തി. ശ്രീകാന്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യൽ മുറിയിൽ വെച്ച് രക്ഷപ്പെടാൻ പഴുതുകളില്ല എന്ന് മനസ്സിലായതോടുകൂടി തന്നെ ശ്രീകാന്ത് കുറ്റം സമ്മതിച്ചു. അതെ, പുളിക്കനെ കൊന്നത് ഞാൻ തന്നെയാണെന്ന് അവൻ തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അപ്പോ വരുണിനെ കൊന്നതോ? ഇൻസ്പെക്ടർ ചോദിച്ചു. ശ്രീകാന്ത് പെട്ടെന്ന് തലയുയർത്തി. ഇല്ല, വരുണിനെ കൊന്നത് ഞാനല്ല, അത് ഇൻസ്പെക്ടർ സാബുവാണ് ചെയ്തത്. ഇൻസ്പെക്ടർ ഒരു പുച്ഛത്തോട് ചിരിച്ചു. ഓഹോ, അപ്പോ ആ സത്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ നീ ഇൻസ്പെക്ടർ സാബുവിനെ കൊന്നത്? ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ നിന്നു. അവന്റെ മൗനം വലിയൊരു കുറ്റസമ്മതമായിരുന്നു. അപ്പോഴാണ് വാസവൻ അങ്ങോട്ടേക്ക് വന്നത്. എല്ലാ സത്യങ്ങളും അയാൾ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. തന്റെ മകനെ കൊന്നവരുമായിട്ട് താൻ ഇത്രയും നാൾ കൂട്ടുകൂടിയെന്ന സത്യം അയാളെ വല്ലാതെ ഉലച്ചു. പോലീസ് സ്റ്റേഷനിലെ കമ്പിയഴിക്കുള്ളിൽ നിൽക്കുന്ന ശ്രീകാന്തിനെയും ജോണിയെയും കണ്ടപ്പോൾ വാസവന്റെ കണ്ണുകളിൽ തീ പാറി. അവരൊന്ന് തൊടാൻ പോലും കഴിയാത്ത അയാളിങ്ങനെ നിസ്സഹായമായി നിന്നു. ദിവസങ്ങളങ്ങനെ കടന്നുപോയി. കേസ് കോടതിയിലെത്തി. അന്ന് കോടതി മുറിയിൽ വലിയൊരു സദസ്സ് തന്നെ ഉണ്ടായിരുന്നു. വാസവൻ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രതിക്കൂട്ടിൽ ശ്രീകാന്ത് തലകുനിച്ചു നിന്നു. പ്രതിഭാഗം വക്കീലായി ദർശൻ നിലയുറപ്പിച്ചു. വാദിഭാഗം വക്കീൽ കോടതിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. യുവർ ഓണർ, ഈ നിൽക്കുന്ന ശ്രീകാന്ത് 3 കൊലപാതക കേസിലെ പ്രതിയാണ്. ചന്ദ്രശേഖരൻ, പുളിക്കൻ, ഇൻസ്പെക്ടർ സാബു, ഇവരെ 3 പേരെയും കൊന്നൊടുക്കിയത് ഇവരാണ്. വാസവൻ ഞെട്ടലോടെ അത് കേട്ടു. കേസ് കേൾക്കാൻ ജഡ്ജിയുടെ കസേരയിലിരിക്കുന്നത് മറ്റാരുമായിരുന്നില്ല, നീതിമാനായ ശങ്കരനാരായണൻ തന്നെയായിരുന്നു. പ്രതിഭാഗം വക്കീൽ ദർശൻ ഉടനെ തന്നെ എഴുന്നേറ്റു. ഒബ്ജക്ഷൻ യുവർ ഓണർ, ചന്ദ്രശേഖരന്റെ മരണത്തിന് എന്റെ കക്ഷിക്ക് യാതൊരുവിധ പങ്കുമില്ല. ആ കേസിൽ വിക്രം എന്നൊരാൾ കുറ്റം സമ്മതിച്ച് ഇപ്പോൾ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുളിക്കന്റെ കൊലപാതകത്തിനും എന്റെ കക്ഷിക്ക് പങ്കില്ല. പിന്നെ അനിയൻകുട്ടന്റെ മരണം, അത് ചെയ്തത് വിക്രം തന്നെയാണ്. വിക്രത്തിനെതിരെയുള്ള തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്. മതി, വാദിഭാഗം വക്കീൽ തടഞ്ഞു. ഇവിടെ തെളിവുകൾക്കാണ് പ്രാധാന്യം. തെളിവുകളാണ് കുറ്റവാളി ആരാണ് എന്ന് തീരുമാനിക്കുന്നത്. ജഡ്ജിയായ ശങ്കരനാരായണൻ ചോദിച്ചു. നിങ്ങളുടെ പക്കൽ മതിയായ തെളിവുണ്ടോ എന്ന്? യെസ് യുവർ ഓണർ, വാദിഭാഗം വക്കീൽ പറഞ്ഞു. ജോണിയെ അവർ കോടതിയിൽ ഹാജരാക്കി. ജോണി വിറക്കുന്ന ശബ്ദത്തോടെ സത്യങ്ങളെല്ലാം തന്നെ കോടതി മുന്നിൽ അങ്ങ് തുറന്നു പറഞ്ഞു. ശ്രീകാന്താണ് സാറെ പുളിക്കനെ കൊന്നത്. ജോണി പറഞ്ഞപ്പോൾ ദർശൻ ഞെട്ടലോടെ അവനെ നോക്കി. വാദിഭാഗം വക്കീൽ തുടർന്നു. യുവർ ഓണർ, പുളിക്കനെ കൊന്നത് ഈ നിൽക്കുന്ന ശ്രീകാന്താണ്. എന്തിനാണ് പുളിക്കനെ കൊന്നത് എന്നുകൂടി ഈ കോടതി മനസ്സിലാക്കണം. വരുൺ കൊലക്കേസിൽ വരുണിനെ കൊന്നത് കണ്ടു എന്ന് പോലീസ് മൊഴി കൊടുത്ത ഒരേ ഒരു സാക്ഷിയായിരുന്നു പുളിക്കൻ. ആ പുളിക്കനെ ശ്രീകാന്ത് ഇല്ലാതാക്കി. അതായത് വരുണിനെ കൊല്ലിച്ചതിന് പിന്നിലും ഈ ശ്രീകാന്ത് തന്നെയാണ്. ഇയാൾ പോലീസിനോട് അത് സമ്മതിച്ചതുമാണ്. ഇൻസ്പെക്ടർ സാബുവിനെ ഉപയോഗിച്ച് വരുണിനെ കൊന്നതും ആ തെളിവ് ഇല്ലാതാക്കാൻ വേണ്ടി സാബുവിനെ കൊന്നതും ഈ നിൽക്കുന്ന ശ്രീകാന്താണ്. വാസവൻ ഇരുന്നിടത്ത് നിന്ന് അറിയാതെ എഴുന്നേറ്റുപോയി. തന്റെ മകന്റെ യഥാർത്ഥ ഘാതകൻ തന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിരിക്കുന്നു. വാസവന്റെ കൈകൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ശ്രീകാന്ത് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഇല്ല, ഞാനല്ല പുളിക്കനെ കൊന്നത്. വാദിഭാഗം വക്കീല് ചിരിച്ചു. താൻ പോലീസുകാരനോട് സമ്മതിച്ചതാണിത്. ഇനി മാറ്റി പറഞ്ഞ സത്യം അതായിരിക്കില്ല. വക്കീൽ ചില രേഖകൾ കോടതിക്ക് കൈമാറി. യുവർ ഓണർ, പുളിക്കനെ കൊന്നത് നേരിട്ട് കണ്ട ഏത് ദൃക്സാക്ഷിയായിരുന്നു അനിയൻകുട്ടൻ. അവന്റെ ജീവൻ ആപത്തുണ്ടെന്ന് കരുതി വിക്രം അവനെ നാടുവിട്ടു പോവാൻ സഹായിച്ചു. എന്നാൽ ശ്രീകാന്ത് ചന്ദ്രശേഖരനും ചേർന്ന് അവനെ കണ്ടെത്തി വകവരുത്തി. വിക്രമിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ചന്ദ്രശേഖരനെ കൊന്ന് ആ കുറ്റം വിക്രമിന്റെ തലയിൽ കെട്ടിവെച്ചതും ഇതേ ശ്രീകാന്ത് തന്നെയാണ്. തെളിവുകളില്ലാത്തതിന്റെ പേരിൽ ഒരു നിരപരാധി ഇപ്പോൾ ജയിലിൽ കിടക്കാണ്. യുവർ ഓണർ, ദർശനം മുന്നോട്ട് വെക്കാൻ ഇനി യാതൊരുവിധ വാദങ്ങളുമില്ലായിരുന്നു. അവൻ ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കി.
എല്ലാ തെളിവുകളും വാദങ്ങളും പരിശോധിച്ചതിനു ശേഷം ശങ്കരനാരായണൻ വിധി പ്രസ്താവിക്കാൻ തുടങ്ങി. ഈ കേസിന്റെ അന്തിമവിധി അടുത്ത മാസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതോടൊപ്പം വിക്രമിന്റെ കേസ് പുനരന്വേഷിക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. വിക്രം നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അയാളെ ജയിൽ മോചിതനാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് ഈ കോടതിയിൽ ഹാജരാക്കണം. കോടതി പിരിഞ്ഞു. എല്ലാവരും പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ശ്രീകാന്തിനെ 2 പോലീസുകാർ വിലങ്ങുവെച്ച് ജീപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമായിരുന്നു. വാസവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. തന്റെ ജീവന്റെ പാതിയായി തന്റെ മകനെ ഇല്ലാതാക്കിയവൻ തന്നെ നോക്കി പുച്ഛി ചിരിച്ചുകൊണ്ട് നടന്നു പോകുന്നു. വാസവന്റെ സമനില തെറ്റി. അയാൾ ഒരു ഭ്രാന്തനെ പോലെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. ആരും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ശ്രീകാന്തിനെ പിടിച്ചു കൊണ്ടുപോകുന്ന പോലീസുകാരന്റെ അരയിൽ ഇരുന്ന് ആ ഒരു തോക്കെടുത്ത് വാസവൻ വലിച്ചെടുത്തു. എന്റെ മോനെ കൊന്നവനെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ലടോ, വാസവൻ അലറി. ഒരു നിമിഷം കോടതി വളപ്പിൽ തോക്കിൽ നിന്നുള്ള ആ ഒരു ശബ്ദമങ്ങ് മുഴങ്ങി കേട്ടു. ശ്രീകാന്തിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ തറച്ചു കയറി. രക്തത്തിൽ വാർന്ന് അവൻ കോടതി വരാന്തയിലെ തറയിലേക്കങ്ങ് വീണു. അവിടെ കൂടിയിരുന്നവരൊക്കെ ഞെട്ടിത്തെറിച്ചുപോയി. ശങ്കരനാരായണൻ ദർശനമൊക്കെ ആ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു. ശ്രീകാന്തിന്റെ കണ്ണുകളിലെ ജീവൻ പതിയെ അങ്ങ് മാഞ്ഞുപോയി. സ്വന്തം അഹങ്കാരത്തിന്റെയും വഞ്ചനയുടെയും അന്ത്യം അവിടെ ആ ഒരു തറയിൽ അങ്ങ് കുറിക്കപ്പെട്ടു. വാസവൻ ആ തോക്ക് താഴെയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തറയിലിരുന്നു. ഒരാഴ്ച കൂടി കടന്നുപോയി. കോടതി ഉത്തരവ് പ്രകാരം അന്വേഷണം വേഗത്തിൽ നടന്നു. വിക്രം പൂർണ്ണമായും നിരപരാധിയാണെന്ന് തെളിഞ്ഞു. അവനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാനുള്ള എല്ലാവിധ നടപടികളും പൂർത്തിയായി. ഈ സന്തോഷ വാർത്ത ശങ്കരനാരായണൻ ഉടനെ തന്നെ വേദയെ വിളിച്ചു പറഞ്ഞു. മോളെ, അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവൻ ജയിലിൽ നിന്നും ഇറങ്ങുമ്പോൾ ആദ്യം കാണേണ്ടത് നിന്റെ മുഖമായിരിക്കണം. നീ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വായോ. വേദയുടെ സന്തോഷത്തിന് അന്നേരം അതിരുകളില്ലായിരുന്നു. അവൾ തന്റെ പെൺകുഞ്ഞിനെയും കൂട്ടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് നാട്ടിലേക്ക് വരാനൊരുങ്ങി. ജയിലിന്റെ വലിയ ഇരുമ്പ് കവാടം പതുക്കെ തുറന്നു. 5 വർഷത്തെ നരകയാതനങ്ങൾക്ക് ശേഷം വിക്രം സ്വതന്ത്രമായ ഒരു വായു ശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവന്റെ കണ്ണുകളിൽ പുറത്ത് ആരെയോ തിരയുന്നുണ്ടായിരുന്നു. വേദ, അവൾ വരുമോ? അവൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് അവന്റെ കാലുകൾ നിശ്ചലമായി. കൺമുന്നിൽ ദൂരെയായി ശങ്കരനാരായണൻ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ തൊട്ടരികിലായി തന്റെ ജീവനായ വേദ. അവളുടെ കയ്യിൽ ഒരു ചെറിയ കുട്ടിയുമുണ്ട്. വിക്രം അത്ഭുതത്തോടെ, വിശ്വസിക്കാനാവാതെ സന്തോഷത്തോടുകൂടിയും അവളെ ഇങ്ങനെ നോക്കി നിന്നു. വേദയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. അവൾ കുഞ്ഞിനെ ശങ്കരനാരായണന്റെ കയ്യിലേൽപ്പിച്ച് വിക്രമിന്റെ അടുത്തേക്ക് ഓടി വന്നു. അവൾ വിക്രമിനെ ഇറുകി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. വേദ, വിക്രമിന്റെ ശബ്ദമിടറി. അവൻ അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത്രയും നാൾ അനുഭവിച്ച വേദനകൾക്കെല്ലാം തന്നെ ആ നിമിഷം അവരങ്ങ് മറന്നുപോയി. വേദ കണ്ണീരോടെ വിക്രമിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. വിക്രം, അച്ഛന്റെ കയ്യിലിരിക്കുന്നത് നിങ്ങളുടെ സ്വന്തം മോളാണ്. നമ്മുടെ ചോര, നിങ്ങളുടെ ചോര. ഞാൻ പ്രസവിച്ച നമ്മുടെ സ്വന്തം കുഞ്ഞ്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് വിക്രം ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. അത് കേട്ടതും വിക്രമിന്റെ ഹൃദയം വാത്സല്യം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. അവൻ വിതുമ്പിക്കൊണ്ട് വേദയെ വീണ്ടും അങ്ങ് കെട്ടിപ്പിടിച്ചു. ശങ്കരനാരായണൻ പതുക്കെ നടന്നു വന്ന് ആ കൊച്ചുമാലാകെ വിക്രമിന്റെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. വിക്രം ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അതിന്റെ നെറുകയിലൊന്ന് ഉമ്മ കൊടുത്തു. കുഞ്ഞവനെ നോക്കി നിഷ്കളങ്കമായി ചിരിച്ചു. കണ്ണീരും ചിരിയും ഇടകലർന്ന ആ ഒരു നിമിഷം കണ്ട് സന്തോഷത്തോടു കൂടി തന്നെ ശങ്കരനാരായണൻ അവർക്കിടയിൽ നിന്നു. എല്ലാ വേദനകൾക്കും അവസാനമായിരിക്കുന്നു. അവർക്ക് മുന്നിൽ ഇനി പുതിയൊരു ജീവിതം കാത്തിരിക്കുകയാണ്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പുതിയൊരു ജീവിതം. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.